ഇന്ന് നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് വരുന്നത് അധിനിവേശവും ചെറുത്തു നിൽപ്പും. അപ്പം ആദ്യമായിട്ട് ഇവിടെ ഒരു ബോക്സിനകത്ത് ജെയിംസ് ഫൾച്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വ്യാപാര പരിശ്രമത്തിന്റെ ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപാര ബന്ധത്തിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച് പിൽക്കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു വ്യാപാരത്തിന്റെ വിവരണമാണ് ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിലാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിലായിരുന്നു കേട്ടോ. അപ്പം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിൽ ആയിരുന്നു. 18 മാസങ്ങൾക്ക് ശേഷം അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ചിൽ രണ്ടാം ദൗത്യം ആരംഭിച്ചു. അപ്പം മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു. പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗനും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. അങ്ങനെ കുറെ വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിലെ ഇമ്പോർട്ടന്റ് പോയിന്റ് ഒന്ന് നോക്കാം. 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. എന്താ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി. യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി. ഇനി ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച. മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി. നാലാമത് പറഞ്ഞിരിക്കുന്നത് പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്. അഞ്ചാമത് പറഞ്ഞിരിക്കുന്നത് യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായ കച്ചവട സാധ്യത. പിന്നെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. ഇതൊക്കെയാണ് 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിന് നയിച്ച പ്രധാന ഘടകങ്ങൾ. ഒന്നുകൂടെ പറയാം. യൂറോപ്യൻ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി. നാലാമത് പറഞ്ഞിരിക്കുന്നത് പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്. അഞ്ചാമത് പറഞ്ഞിരിക്കുന്നത് യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായ കച്ചവട സാധ്യത. ഇനി ആറാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. ഇനി കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് ഒരു ബോക്സ് ഇവിടെ തന്നിട്ടുണ്ട്. യൂറോപ്പിനും ഏഷ്യക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ്? യൂറോപ്പിനും ഏഷ്യക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. അപ്പം ഈ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. ഇനി തുർക്കികള് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത വർഷം എന്നായിരുന്നു? അത് 1453 കേട്ടോ. തുർക്കികള് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് 1453 ഇതുവഴിയുള്ള യൂറോപ്യന്മാരുടെ വ്യാപാരം തടയുകയും ചെയ്തു കേട്ടോ. ഇനി കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യർ ആരായിരുന്നു? അത് പോർച്ചുഗീസുകാരായിരുന്നു കേട്ടോ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരായിരുന്നു. ഇനി കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ ആരായിരുന്നു? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ ആരാണെന്ന് ചോദിച്ചാല് അത് വാസ്കോഡി ഗാമ ആയിരുന്നു കേട്ടോ. അപ്പം കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരായിരുന്നു. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് നാവികനായിരുന്നു വാസ്കോഡ ഗാമ. ഇനി വാസ്കോഡ ഗാമയും സംഘവും സഞ്ചരിച്ച കപ്പലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാവോ ഗബ്രിയേല്, സാവോ റാഫേല്, ബെറിയോ എന്നീ 3 കപ്പലുകളിലായിട്ടാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു? സാവോ ഗബ്രിയേല്, സാവോ റാഫേല്, ബെറിയോ എന്നീ 3 കപ്പലുകളിലായിട്ടാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഇനി അടുത്തത് കുഞ്ഞാലി മരക്കാരെ കുറിച്ചായിരുന്നു പറയുന്നത് കേട്ടോ. പോർച്ചുഗീസുകാരുടെ അക്രമങ്ങളെ ചെറുത്ത് സാമുദ്രിയെയും പശ്ചിമ തീര പ്രദേശത്തെയും സംരക്ഷിച്ചിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതാ കുഞ്ഞാലി മരക്കാരായിരുന്നു കേട്ടോ. പോർച്ചുഗീസുകാരുടെ അക്രമങ്ങളെ ചെറുത്ത് സാമുദ്രിയെയും പശ്ചിമ തീര പ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത്
കുഞ്ഞാലി മരക്കാരായിരുന്നു. ഇനി പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് കുഞ്ഞാലി മൂന്നാമനാണ്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ട് ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. ഇനി കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാര് ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാരെന്താണ് ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു. അപ്പൊ കുഞ്ഞാലി മരക്കാരെ കുറിച്ച് അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ബലങ്ങൾ കൊടുത്തിട്ടുണ്ട്. മേശ, കസേര, അലമാര, ജനൽ, പേന, ചാക്ക് തുടങ്ങിയ വാക്കുകള് ഇന്ത്യയും പോർച്ചുഗീസുകാരുമായ ബന്ധത്തിന്റെ ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് മലയാള ഭാഷയ്ക്ക് ലഭിച്ച പദങ്ങളാണ്. ഏതൊക്കെയാണ്? മേശ, കസേര, അലമാര, ജനൽ, പേന, ചാക്ക് തുടങ്ങിയവ ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിന്റെ ഫലമായിട്ട് പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് മലയാള ഭാഷയ്ക്ക് ലഭിച്ച പദങ്ങളാണ് ഇവയൊക്കെ കേട്ടോ. ഇനി അവരുടെ പ്രധാന സംഭാവനകൾ എന്തൊക്കെയായിരുന്നു? കശുമാവ് അഥവാ പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ആരാണ്? അത് പോർച്ചുഗീസുകാരാണ് കേട്ടോ. കശുമാവ് അഥവാ പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരായിരുന്നു. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട അത് മാനുവൽ കോട്ടയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ചോദിച്ചാൽ അത് മാനുവൽ കോട്ടയാണ്. കൊച്ചിയിൽ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇനി കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങള് പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. ഇനി അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു ആരാണ്? പോർച്ചുഗീസുകാരാണ്. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു പോർച്ചുഗീസുകാരാണ്. ഇനി ചവിട്ട് നാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. ചവിട്ട് നാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇനി യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. ഇനി യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇതൊക്കെ എന്താണ്? പോർച്ചുഗീസുകാരുടെ പ്രധാന സംഭാവനകളായിരുന്നു. ഒന്നുകൂടെ പറയാം. കശുമാവ്, പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തി ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട അതായത് മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇനി കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. പിന്നീട് എന്താണ്? ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇതൊക്കെയായിരുന്നു യൂറോപ്യന്മാരുടെ പ്രധാന സംഭാവനകൾ. ഇനി അടുത്തത് ഡച്ചുകാരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഡച്ചുകാരെ കുറിച്ചാണ് പറയുന്നത്. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ ആരാണ്? അത് ഹോളണ്ടിൽ അഥവാ നെതർലൻഡിൽ നിന്നുള്ളവരായിരുന്നു. അതായത് ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടത്. അപ്പൊ പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ ഹോളണ്ട് അഥവാ നെതർലൻഡ് നിന്നുള്ളവരായിരുന്നു. അവരെ ഡച്ചുകാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? അത് നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അത് നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. 4 കേന്ദ്രങ്ങളായിരുന്നു കേട്ടോ. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഇതായിരുന്നു ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി 1741 തിരുവിതാംകൂർ ഭരണാധികാരിയായിട്ടുള്ള മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു യുദ്ധമുണ്ടായിരുന്നു. ഏതായിരുന്നു? 1741 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന ഒരു പ്രധാന യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഇത് നടന്നത് കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചലിൽ വെച്ചായിരുന്നു. കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചലിൽ വെച്ചായിരുന്നു. ഇതോടെ എന്താണ്? ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെടുന്നു. ഈ കുളച്ചൽ യുദ്ധത്തെ തുടർന്ന് ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധം ചോദിച്ചാല് അത് കുളച്ചൽ യുദ്ധമാണ്. ഇനി പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചാണ്. ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ചോദിച്ചാൽ അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഡച്ചുകാരുമായിട്ടുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ചോദിച്ചാൽ അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം കേരളത്തിൽ നിന്നുള്ള 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ
പ്രതിപാദിച്ചിട്ടുള്ളത്. ഇനി ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണെന്ന് വെച്ചാൽ അത് ഹെൻറിച്ച് വാൻഡ്രീഡ് ആണ് കേട്ടോ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഹെൻറിച്ച് വാൻഡ്രീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഇട്ടി അച്യുതനാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന രചനയ്ക്ക് ഹെൻറിച്ച് വാൻഡ്രീഡിനെ സഹായിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് ഇട്ടി അച്യുതനാണ്. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും ഈ രചനയിൽ പങ്കാളികളായ മറ്റു 3 വ്യക്തികളായിരുന്നു. ഏതൊക്കെ? അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും ഈ രചനയിൽ പങ്കാളികളായിട്ടുണ്ട്. ഇനി മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഏതാണ്? മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ചോദിച്ചാലും അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് കേട്ടോ. ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഇനി മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ആരാണ്? മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി വിവർത്തനം ചെയ്തത് ആരാണെന്ന് വെച്ചാൽ അത് ഡോക്ടർ കെ എസ് മണിലാൽ ആണ് കേട്ടോ. ഡോക്ടർ കെ എസ് മണിലാൽ ആണ്. ഇനി ഇട്ടി അച്യുതനെ കുറിച്ച് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടകരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ ഒരു നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതനാണ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഇട്ടി അച്യുതനാണ്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഫ്രഞ്ചുകാരെ കുറിച്ചാണ് കേട്ടോ. ഫ്രഞ്ചുകാരെ കുറിച്ചാണ്. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരുമാണ് കച്ചവടത്തിനായി വന്നത്. അപ്പൊ ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ആരാണ് വന്നത്? ഫ്രഞ്ചുകാരുമാണ് കച്ചവടത്തിനായിട്ട് വന്നത്. അപ്പൊ ദക്ഷിണേന്ത്യയിലെ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന ഒരു യുദ്ധമുണ്ട്. ഏതായിരുന്നു അത്? ദക്ഷിണേന്ത്യയിലെ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന ഒരു യുദ്ധമായിരുന്നു കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത് കേട്ടോ. ഈ യുദ്ധത്തില് ആർക്കായിരുന്നു അന്തിമ വിജയം എന്ന് പറയുന്നത്? അത് ബ്രിട്ടീഷുകാർക്കായിരുന്നു കേട്ടോ. കർണാട്ടിക് യുദ്ധത്തില് ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം എന്ന് പറയുന്നത്. ഇതിന്റെ ഫലമായിട്ട് ഫ്രഞ്ചുകാരുടെ ആധിപത്യം എന്താണ്? പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ചുരുങ്ങി. ഒന്നുകൂടെ പറയാം. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി വരുന്നു. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിൽ എന്താണ്? ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. ഇതിന്റെ ഫലമായിട്ട് ഫ്രഞ്ചുകാരുടെ ആധിപത്യമായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ചുരുങ്ങി. ഇനി ഇന്ത്യയില് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ ഉണ്ടായ യുദ്ധങ്ങൾ എന്നാണ് അറിയപ്പെട്ടത്. ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക് എന്ന് പറയുന്നത്. അപ്പം 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത് കേട്ടോ. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. ഇനി ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ, ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ, ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഏതെല്ലാമായിരുന്നു? പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? അത് കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നിവയായിരുന്നു കേട്ടോ. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് അത് കൊച്ചി, ദാമൻ, ദിയു എന്നിവയായിരുന്നു. ഇനി ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ ചോദിച്ചാല് അത് നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു കേട്ടോ. ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഇനി ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങള് അതില് പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ, യാനം എന്നിവയായിരുന്നു കേട്ടോ. പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ, യാനം. അപ്പം പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഒന്നുകൂടെ പറയാം. കൊച്ചി, ഗോവ, ദാമൻ, ദിയു ഇവയൊക്കെയാണ് പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ. ഇനി ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഇനി ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ചോദിച്ചാല് പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ, യാനം തുടങ്ങിയ. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചാണ്. ഇനി ഏഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം എന്നായിരുന്നു? ഏഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ചോദിച്ചാല് അത്
1600 കേട്ടോ, 1600. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ആയിരുന്നു കേട്ടോ. കമ്പനിയുടെ പ്രതിനിധി ആരാണെന്ന് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ആണ്. അന്നത്തെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്തെ മുഗൾ ചക്രവർത്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ജഹാംഗീർ ആയിരുന്നു കേട്ടോ, ജഹാംഗീർ. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ ഫാക്ടറി എവിടെയായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ ഫാക്ടറി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സൂററ്റ്, ഗുജറാത്ത് ആണ് കേട്ടോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ഫാക്ടറി എവിടെയാണ് സ്ഥാപിച്ചത്? അത് സൂററ്റ്, ഗുജറാത്ത്. പിന്നീട് എന്ത് ചെയ്തു? മദ്രാസ് അഥവാ ചെന്നൈ, ബോംബെ അഥവാ മുംബൈ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി. ഇനി ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ് കേട്ടോ. ബ്രിട്ടീഷുകാര് ഇന്ത്യയിലെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. ബംഗാളിലെ നവാബായിട്ടുള്ള സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നു. ബംഗാളിലെ നവാബായ സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഇനി എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് ആരാണ്? എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് അത് റോബർട്ട് ക്ലൈവ് ആണ് കേട്ടോ, റോബർട്ട് ക്ലൈവ് ആണ്. ഇനി ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന ഒരു യുദ്ധമുണ്ട്. അതാണ് ആംഗ്ലോ മൈസൂർ യുദ്ധം എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധം ചോദിച്ചാൽ അത് ആംഗ്ലോ മൈസൂർ യുദ്ധമായിരുന്നു. ആംഗ്ലോ മൈസൂർ യുദ്ധത്തില് മൈസൂർ സേനയെ നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനും ചേർന്നായിരുന്നു. അപ്പം ആംഗ്ലോ മൈസൂർ യുദ്ധത്തില് മൈസൂർ നയിച്ചത് ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുമായിരുന്നു. ഇനി 1782 ഹൈദരാലി മരണപ്പെടുന്നത്. 1782 ഹൈദരാലി മരണപ്പെടുന്നു. തുടർന്ന് എന്താണ്? ടിപ്പു സുൽത്താനാണ് മൈസൂർ സേനയെ നയിച്ചത്. 1799 നാലാം മൈസൂർ കമ്പനി സൈന്യം ടിപ്പുവിനെ വധിച്ചു. മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. 1799 നാലാം മൈസൂർ യുദ്ധത്തില് കമ്പനി സൈന്യം ടിപ്പുവിനെ വധിച്ചു. മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാകുന്നു. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങളാണ്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള നികുതി നയങ്ങള്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നികുതി കൊടുത്തിരിക്കുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. വർഷം ചോദിച്ചാല് 1793 കേട്ടോ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വർഷം 1793. ഇനി നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ബംഗാള്, ബീഹാർ, ഒറീസ. ഏതൊക്കെയാണ്? ബംഗാള്, ബീഹാർ, ഒറീസ. ഇനി നടപ്പിലാക്കിയ വ്യക്തി, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വ്യക്തി ചോദിച്ചാൽ അത് കോൺവാലിസ് പ്രഭു ആണ് കേട്ടോ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലിസ് പ്രഭു ആണ് നടപ്പിലാക്കിയത്. ഇനി അതിന്റെ സവിശേഷതകൾ പറയുന്നുണ്ട്. ഭൂ ഉടമകളായിരുന്ന ജമീന്ദാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. എന്താണ്? ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. ഇനി വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകണമായിരുന്നു. ഇതൊക്കെയായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വർഷം 1790 നടപ്പിലാക്കിയ പ്രദേശം ഏതൊക്കെയാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ. നടപ്പിലാക്കിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് അത് കോൺവാലിസ് പ്രഭു ആണ് കേട്ടോ. കോൺവാലിസ് പ്രഭു ആണ്. സവിശേഷത എന്താണ്? ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കില് നികുതി പിരിച്ചു. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകണമായിരുന്നു. ഇവയ്ക്കാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നികുതി നയമായിരുന്നു റയട്ട് വാരി സമ്പ്രദായം. റയട്ട് വാരി സമ്പ്രദായം വർഷം ചോദിച്ചാല് 1820 കേട്ടോ. റയട്ട് വാരി സമ്പ്രദായം 1820 നടപ്പിലാക്കിയ പ്രദേശം ചോദിച്ചാൽ അത് ദക്ഷിണേന്ത്യയും ഡെക്കാനുമാണ്. ദക്ഷിണേന്ത്യ, ഡെക്കാന്. ഇനി നടപ്പിലാക്കിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ്. രണ്ട് വ്യക്തികളാണ്. ആരൊക്കെയാ? തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ്. ഇതിന്റെ പ്രധാന സവിശേഷത റയട്ട് വാരി സമ്പ്രദായത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്?
കർഷകരെ എന്താണ് ഭൂ ഉടമകളായി പരിഗണിച്ചു. കർഷകരെ ഭൂ ഉടമകളായി പരിഗണിച്ചു. ബ്രിട്ടീഷുകാര് കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. ബ്രിട്ടീഷുകാര് കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. ഇനി നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഒന്നുകൂടെ പറയാം. കർഷകരെ ഭൂ ഉടമകളായി പരിഗണിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇതൊക്കെയാണ് റൈറ്റ് വാരി സമ്പ്രദായത്തിന്റെ പ്രധാന സവിശേഷത. ഇനി മൂന്നാമത്തെ നികുതി വ്യവസ്ഥയായിരുന്നു ഏത്? മഹൽവാരി സമ്പ്രദായം. മഹൽവാരി സമ്പ്രദായം വർഷം ചോദിച്ചാൽ 1822 കേട്ടോ. മഹൽവാരി സമ്പ്രദായം വർഷം 1822 നടപ്പിലാക്കിയ പ്രദേശം ചോദിച്ചാല് ഇന്ത്യ, മധ്യ ഇന്ത്യ, പഞ്ചാബ്. ഉത്തരേന്ത്യ, മധ്യ ഇന്ത്യ, പഞ്ചാബ്. ഇനി നടപ്പിലാക്കിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഹോൾട്ട് മക്കൻസി ആണ് കേട്ടോ. ഹോൾട്ട് മക്കൻസി. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഹോൾട്ട് മക്കൻസി ആണ് കേട്ടോ. ഹോൾട്ട് മക്കൻസി. ഇതിന്റെ സവിശേഷത എന്താണ്? ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു. ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിയാണ് നികുതി പിരിച്ചിരുന്നത്. ഇനി നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അപ്പം ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ വർഷം എന്താണ്? 1793. 1793. ഇനി നടപ്പിലാക്കിയ വ്യക്തി ചോദിച്ചാൽ അത് കോൺവാലിസ് പ്രഭു ആണ്. ഇനി റൈറ്റ് വാരി സമ്പ്രദായത്തിന്റെ വർഷം എന്താണ്? റൈറ്റ് വാരി അത് 1820 ആണ് കേട്ടോ. 1820. നടപ്പിലാക്കിയ വ്യക്തികൾ ചോദിച്ചാൽ തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ്. തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡും ചേർന്നിട്ടാണ്. ഇനി മഹൽവാരി സമ്പ്രദായത്തിന്റെ വർഷം ചോദിച്ചാൽ അത് 1822. നടപ്പിലാക്കിയ വ്യക്തി ചോദിച്ചാൽ അത് ഹോൾട്ട് മക്കൻസി ആണ് കേട്ടോ. ഹോൾട്ട് മക്കൻസി. ഈ ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങള് കർഷകരെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചത് എന്നാണ് അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 2 പോയിന്റ് SCRT അത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് ലഭിച്ചില്ല. ഇനി കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. കടക്കെണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. ഇവയൊക്കെയാണ് എന്താണ്? ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങള് കർഷകരെ ബാധിച്ചത് എങ്ങനെയൊക്കെയാണ്? ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാന് കർഷകർ ബുദ്ധിമുട്ടി. വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് ലഭിച്ചില്ല. ഇനി കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. കടക്കെണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. ഇനി അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് നീലം കർഷകരുടെ സമരമാണ് കേട്ടോ. നീലം കർഷകരുടെ സമരത്തിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപം ചോദിച്ചാൽ അത് ബംഗാളിലെ നീലം കർഷക കലാപമാണ് കേട്ടോ. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപം ചോദിച്ചാൽ അത് ബംഗാളിലെ നീലം കർഷക കലാപമാണ്. അപ്പം വർഷം 1859 ആണ് കേട്ടോ. വർഷം 1859. ഇനി ബംഗാളിലെ നീലം കർഷക കലാപത്തിന് കാരണമായിട്ടുള്ള ചില സാഹചര്യങ്ങളാണ് അടുത്തതായിട്ട് പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായിട്ടുള്ള അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. ഇനി അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. ഇനി കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിക്കുന്നു. ഇനി കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിച്ചു. ഇതൊക്കെയാണ് ബംഗാളിലെ നീലം കർഷക കലാപത്തിന്റെ പ്രധാന കാരണങ്ങൾ. ഒന്നുകൂടെ പറയാം. ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായിട്ടുള്ള അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇനി നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക്
ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. ഇനി നീലം കലാപത്തിന് തുടക്കം കുറിക്കുന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? നീലം കലാപത്തിന് തുടക്കം കുറിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് ചോദിച്ചാല് അത് ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസുമാണ് കേട്ടോ. ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസുമാണ്. ഇനി വന്ദേ മാതരത്തെ കുറിച്ച് ഒരു ബോക്സ് ഇവിടെ തന്നിട്ടുണ്ട്. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. 1882 ബംഗാളി ഭാഷയില് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഇനി ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. എന്താണ്? ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. ഇനി ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകം ഏതാണ്? അത് നീൽ ദർപ്പണാണ് കേട്ടോ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് നീൽ ദർപ്പണാണ് കേട്ടോ. നീൽ ദർപ്പൺ. ഇനി സന്താൾ കലാപത്തെ കുറിച്ചാണ് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര ജനവിഭാഗക്കാർ ആരാണെന്ന് ചോദിച്ചാൽ അത് സന്താൾ ഗോത്ര ജനതയാണ്. 18-ാം നൂറ്റാണ്ടില് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര ജനവിഭാഗങ്ങളാണ് സന്താൾ ഗോത്ര ജനത എന്ന് പറയുന്നത്. എന്നാണ് സന്താൾ കലാപം നടന്ന വർഷം? അത് 1855 കേട്ടോ. 1855 സന്താൾ കലാപം നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? രണ്ട് വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് സിദ്ധുവും കാനുവാണ് കേട്ടോ. സിദ്ധുവും കാനുവാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഉൽഗുലാൻ. ഉൽഗുലാൻ എന്താണെന്ന് നോക്കാം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നടന്ന ഗോത്രവർഗ കലാപം ചോദിച്ചാല് ഉൽഗുലാൻ ആണ് കേട്ടോ. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപം ചോദിച്ചാല് അത് ഉൽഗുലാൻ ആണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ എന്ന് പറയുന്നത്. അപ്പൊ വലിയ കോലാഹലം അഥവാ വലിയ ഇളക്കം എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം വരുന്നത്. എന്താണ്? വലിയ കോലാഹലം, വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം. നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാല് അത് ബിർസ മുണ്ടയാണ് കേട്ടോ. ഉൽഗുലാൻ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാല് അത് ബിർസ മുണ്ടയാണ്. അപ്പം 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപം ചോദിച്ചാല് അത് ഉൽഗുലാൻ ആണ്. വലിയ കോലാഹലം അഥവാ വലിയ ഇളക്കം എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാല് അത് ബിർസ മുണ്ടയാണ്. ആരാണ്? ബിർസ മുണ്ടയാണ്. ഈ ഉൽഗുലാൻ കലാപത്തിന്റെ പ്രധാന കാരണങ്ങൾ ചോദിച്ചാല് എന്താണ്? ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും. എന്താണ്? ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും. ഇനി പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം ഇവയൊക്കെയായിരുന്നു കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇനി 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. എന്നാണ്? 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവയ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെടുന്നു. ഇനി ബിർസ മുണ്ട തടവിലാകുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തപ്പെടുന്നു. ഇത്രയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി ബിർസ മുണ്ടയെ കുറിച്ച് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ബിർസ മുണ്ടയുടെ ജന്മദിനമായിട്ടുള്ള നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് അഥവാ ഗോത്ര അഭിമാന ദിനമായിട്ട് 2021 മുതൽ ഇന്ത്യ ആചരിക്കുന്നു. അപ്പോൾ ബിർസ മുണ്ടയുടെ ജന്മദിനമായിട്ടുള്ള നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് അഥവാ ഗോത്ര അഭിമാന ദിനം ആയി 2021 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നു. 2021 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നു. ഇനി ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാല് ബിർസ മുണ്ടയാണ്. ഇന്ത്യൻ പാർലമെന്റില് ഛായാചിത്രം സ്ഥാപിച്ച്
ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവ് ആണ് ബിർസ മുണ്ട. ഇനി ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതി അതാണ് ഗാന്ധി സെ പഹലെ ഗാന്ധി. അപ്പൊ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പഹലെ ഗാന്ധി. ഇനി ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതി ഏതാണെന്ന് വെച്ചാൽ അത് ആര്യണ്ണർ അധികാർ. ആര്യണ്ണർ അധികാർ. ഇത്രയും കാര്യങ്ങളാണ് അതിനെ കുറിച്ച് പറയുന്നത്, ബിർസ മുണ്ടയെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തത് പോരാട്ടത്തിന്റെ ഗർജനം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ നയങ്ങള് തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളിഗർമാരെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ നയങ്ങള് ഈ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായിരുന്ന പോളിഗർമാരെയും ബാധിച്ചിരുന്നു. ഇനി പോളിഗർ എന്താണെന്ന് നോക്കാം. പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ഒന്നുകൂടെ പറയാം. പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ഇനി തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗർ ആയിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു. ആരൊക്കെയാണ്? തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗർ ആയിരുന്നിട്ടുള്ള വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു. ഇനി അടുത്തതായിട്ട് പറയുന്നത് ആറ്റിങ്ങൽ കലാപത്തെ കുറിച്ചാണ് കേട്ടോ. ആറ്റിങ്ങൽ കലാപത്തെ കുറിച്ചായിരുന്നു. എന്നാണ് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 1721 ഇന്ത്യയില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം ഏതാണെന്ന് വെച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. ഇന്ത്യയില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമായിരുന്നു. ഇനി അടുത്തത് ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത് വെല്ലൂർ കലാപത്തെ കുറിച്ചാണ് കേട്ടോ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു ഏത്? തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയിരുന്നത്. അപ്പം വെല്ലൂർ കലാപത്തിന് നേതൃത്വം നൽകിയത് ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരായിരുന്നു. ഇനി വർഷം എന്നായിരുന്നു വെല്ലൂർ കലാപം നടന്ന വർഷം? അത് 1806 കേട്ടോ. 1806. ഇനി കലാപത്തിന്റെ പ്രധാന കാരണം, വെല്ലൂർ കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിന്റെ പ്രധാന കാരണം. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി. ബ്രിട്ടീഷുകാരുടെ നയങ്ങള് ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ഒരു ധീര വനിതയുണ്ടായിരുന്നു. അതാണ് കിട്ടൂർ റാണി ചെന്നമ്മ. ആരാണ്? കിട്ടൂർ റാണി ചെന്നമ്മ എന്ന് പറയുന്നത്. ഇനി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാൽ അത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഏതാണ്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപം ചോദിച്ചാൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഏത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. സാധാരണക്കാര്, കർഷകര്, കൈത്തൊഴിലുകാര്, നാട്ടുരാജാക്കന്മാര്, സൈനികര്, ഭൂപ്രഭുക്കന്മാര് തുടങ്ങി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇനി അടുത്തതായിട്ട് പറയുന്നത് സൈനിക സഹായ വ്യവസ്ഥയാണ് കേട്ടോ. സൈനിക സഹായ വ്യവസ്ഥയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പാക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭു നടത്തിയ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് സൈനിക സഹായ വ്യവസ്ഥയാണ്. ഇന്ത്യയില് ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പിക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഇത് പ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ പാലിക്കേണ്ട ചില വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അതാണ്
ഏതൊക്കെ? സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം. ഇനി മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് കമ്പനിയുടെ അനുമതി ഇല്ലാതെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പിലാക്കാൻ പാടില്ല. ഇനി സഖ്യരാജാവ് തന്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാല് നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. ഇതൊക്കെയാണ് എന്ത് ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ പാലിക്കേണ്ട വ്യവസ്ഥകൾ. ഒന്നുകൂടെ പറയാം. സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം. കമ്പനിയുടെ അനുമതി ഇല്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പിലാക്കാൻ പാടില്ല. സഖ്യരാജാവ് തന്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാല് നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് പറയുന്നത് ദത്തവകാശ നിരോധന നിയമമാണ് കേട്ടോ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി പ്രഭു ആയിരുന്നു. ഇനി ബ്രിട്ടീഷ് ഇന്ത്യ ദത്തവകാശ നിരോധന നിയമപ്രകാരം ഏതായിരുന്നു? അത് ഔദ് ആയിരുന്നു കേട്ടോ, ഔദ്. ഇനി 1857 കലാപത്തെ തുടർന്ന് മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം എന്നാണ്? 1857 കലാപത്തെ തുടർന്ന് മംഗൾ പാണ്ഡെ തൂക്കിലേറ്റിയ വർഷമാണ് 1857 ഏപ്രിൽ 8 എന്ന് പറയുന്നത്. 1857 ഏപ്രിൽ 8. ഇനി 1857 കലാപത്തെ കുറിച്ച് കലാപം നടന്ന സ്ഥലങ്ങളും കലാപത്തിന് നേതൃത്വം നൽകിയവരെയാണ് നോക്കുന്നത്. അപ്പം കലാപം നടന്ന സ്ഥലമാണ് ഡൽഹി. കലാപത്തിന് നേതൃത്വം നൽകിയത് 2 വ്യക്തികളാണ്. ആരൊക്കെയാണ്? അത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഫക്ത് ഖാനുമാണ് കേട്ടോ. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഫക്ത് ഖാനുമാണ്. ഇനി അതിന്റെ സവിശേഷതകൾ പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ നേതൃത്വം നൽകിയ ബഹദൂർ ഷാ രണ്ടാമൻ അതിന്റെ സവിശേഷത പറയുന്നത് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് ആരെയാണ്? അത് ബഹദൂർ ഷാ രണ്ടാമനെയാണ് കേട്ടോ. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ ആണ്. ഇനി വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ എങ്ങോട്ടേക്കാണ് ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത്? അത് റങ്കൂണിലേക്കാണ് കേട്ടോ. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്കാണ് ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തുന്നത്. ഇനി ജനറൽ ഫക്ത് ഖാന്റെ സവിശേഷത എന്ന് പറയുന്നത് ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക ജനറൽ ആരാണെന്ന് വെച്ചാൽ അത് ജനറൽ ഫക്ത് ഖാൻ ആണ്. ബഹദൂർ ഷാ ബഹദൂർ ഷാ സെക്കൻഡിന്റെ സൈനിക ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് ജനറൽ ഫക്ത് ഖാൻ ആയിരുന്നു. ഇനി അടുത്തത് ഝാൻസിയിൽ കലാപം നയിച്ചത് ആരാണ്? ഝാൻസിയിൽ കലാപം നയിച്ചത് റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസിയിൽ കലാപം നയിച്ചത് റാണി ലക്ഷ്മിബായി ആണ്. അതിന്റെ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? ഝാൻസിയിലെ ഭരണാധികാരിയാണ്. ഝാൻസിയിലെ ഭരണാധികാരിയാണ് കേട്ടോ. ഇനി കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. ഇനി നാനാ സാഹിബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറാത്ത ഭരണാധികാരിയായിരുന്നു കേട്ടോ. കാൺപൂരിൽ വിപ്ലവം നയിച്ച നാനാ സാഹിബിന്റെ സവിശേഷത എന്ന് പറയുന്നത് മറാത്ത ഭരണാധികാരിയായിരുന്നു. ഇനി താന്തിയ തോപ്പി നാനാ സാഹിബിന്റെ സൈനിക തലവൻ ആരാണ്? നാനാ സാഹിബിന്റെ സൈനിക തലവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് താന്തിയ തോപ്പിയാണ്. ഇനി ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ച വ്യക്തിയാണ് താന്തിയ തോപ്പി എന്ന് പറയുന്നത്. ഇനി ലക്നൌവില് കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ലക്നൌവില് കലാപത്തിന് നേതൃത്വം നൽകിയത് അത് ബീഗം ഹസ്രത്ത് മഹൽ ആണ് കേട്ടോ. ബീഗം ഹസ്രത്ത് മഹൽ ആണ്. ഇനി അവരുടെ സവിശേഷത എന്ന് പറയുന്നത് ഔദിലെ ഭരണാധികാരിയായിരുന്നു. ഔദിലെ ഭരണാധികാരി ആരാണെന്ന് വെച്ചാൽ അത് ബീഗം ഹസ്രത്ത് മഹൽ ആണ്. ഇനി ബീഹാറിലെ ആരയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ബീഹാറിലെ ആരയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് കൻവർ സിംഗ് ആണ് കേട്ടോ. ഇനി കൻവർ സിംഗ് ആണ് ജഗദീഷ്പൂരിലെ കർഷക പ്രഭു ആയിരുന്നു. അപ്പൊ ഒന്നുകൂടെ പറയാം. ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയ 2 വ്യക്തികളാണ് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഫക്ത് ഖാനും. ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഫക്ത് ഖാനും കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെയാണെന്ന് വെച്ചാൽ അത് ബഹദൂർ ഷാ സെക്കൻഡിനെയാണ്. ഇനി വിപ്ലവാനന്തരം
ബഹദൂർ ഷാ സെക്കൻഡിനെ ബ്രിട്ടീഷുകാർ എങ്ങോട്ടേക്കാണ് നാട് കടത്തിയത്? അത് റംഗൂണിലേക്കാണ് കേട്ടോ. ഇനി ബഹദൂർ ഷാ സെക്കൻഡിന്റെ സൈനിക തലവൻ ആരെ? ബഹദൂർ ഷാ സെക്കൻഡിന്റെ സൈനിക ജനറൽ എന്നറിയപ്പെടുന്നത് ജനറൽ ഭക്ത് ഖാൻ ആണ് കേട്ടോ. ബഹദൂർ ഷാ സെക്കൻഡിന്റെ സൈനിക ജനറൽ എന്ന് പറയുന്നത് ജനറൽ ഭക്ത് ഖാൻ ആണ്. ഇനി ഝാൻസിയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി ആണ്. റാണി ലക്ഷ്മിബായി ആണ് ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു റാണി ലക്ഷ്മിബായി. ഇനി കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് രണ്ട് വ്യക്തികൾ. ആരൊക്കെയാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയും. കാൺപൂരില് നാനാ സാഹിബും താന്തിയ തോപ്പിയുമായിരുന്നു. മറാത്തയിലെ ഭരണാധികാരിയായിരുന്നു ആര്? നാനാ സാഹിബ്. ഇനി നാനാ സാഹിബിന്റെ സൈനിക തലവൻ എന്ന് പറയുന്നത് ആരാണ്? നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു താന്തിയ തോപ്പി എന്ന് പറയുന്നത്. ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചതും താന്തിയ തോപ്പിയായിരുന്നു. ഇനി ലക്നൌവില് ആരാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്? അത് ബീഗം ഹസ്രത്ത് മഹൽ ആണ്. ഔദിലെ ഭരണാധികാരിയായിരുന്നു. ഔദിലെ ഭരണാധികാരിയായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ. ഇനി ബീഹാറിലെ ആരയിൽ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് വെച്ചാൽ അത് കൻവർ സിംഗ് ആണ്. ആരാണ്? കൻവർ സിംഗ് ആണ്. ജഗദീഷ്പൂരിലെ കർഷക പ്രഭു ആയിരുന്നു ഈ കൻവർ സിംഗ് എന്ന് പറയുന്നത്. ഇനി 1857 കലാപത്തിൽ സിനിമയും സാഹിത്യവും ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1857 കലാപത്തെ കുറിച്ചുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ 1857 കലാപത്തെ കുറിച്ചുള്ള സിനിമകളാണ് മോഹൻ സിൻഹയുടെ 1857. ഏതാണ്? മോഹൻ സിൻഹ അദ്ദേഹത്തിന്റെയാണ് 1857 എന്ന് പറയുന്ന സിനിമ കേട്ടോ. മോഹൻ സിൻഹയുടെ 1857. ഇനി കേതൻ മെഹ്ത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിങ്. കേതൻ മെഹ്ത്ത സംവിധാനം ചെയ്ത സിനിമയാണ് മംഗൾ പാണ്ഡെ ദ റൈസിങ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയുന്നത് ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി. എന്താണ്? ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി എന്നീ ചലച്ചിത്രങ്ങളാണ് 1857 കലാപത്തെ പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സിനിമകൾ. ഒന്നുകൂടെ പറയാം. മോഹൻ സിൻഹയുടെ 1857. മോഹൻ സിൻഹയുടെ 1857. കേതൻ മെഹ്ത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിങ്. ജഗർലമുഡിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി. ഇതൊക്കെയാണ് 1857 കലാപത്തെ ആക്കിയിട്ടുള്ള ചിത്രങ്ങൾ. ഇനി 1857 കലാപത്തെ പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ട രണ്ട് കൃതികളുണ്ട്. ഏതൊക്കെയാണ്? മഹാശ്വേതാദേവിയുടെ ഝാൻസി റാണി. ഏതാണ്? മഹാശ്വേതാദേവിയുടെ ഝാൻസി റാണി. ഇനി മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്ന നോവലും. ഏതൊക്കെയാണ്? മഹാശ്വേതാദേവിയുടെ ഝാൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി. ഈ രണ്ട് നോവലുകളും എന്താണ്? 1857 കലാപത്തെ പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ട നോവലുകളാണ്. ഇനി 1857 കലാപത്തിന് ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1857 കലാപത്തിന്റെ പരിമിതികള്. കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായിട്ടാണ് ഒതുങ്ങി നിന്നത്. കലാപം എന്താണ്? ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. ഇനി കലാപത്തിന് ഒരു സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. ഇനി കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. എന്താണ്? കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. ഇന്ത്യയുടെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിന്നു. ഇതൊക്കെയാണ് 1857 കലാപത്തിന്റെ പരിമിതികൾ. ഒന്നുകൂടെ പറയാം. കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായിട്ടാണ് ഒതുങ്ങി നിന്നത്. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. ഇനി ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഭാഗം കലാപത്തിൽ നിന്ന് വിട്ടുനിന്നു. ഇതൊക്കെയാണ് 1857 കലാപത്തിന്റെ പരിമിതികൾ എന്ന് പറയുന്നത്. ഇനി 1857 കലാപത്തിൽ ഇന്ത്യ ചരിത്രത്തിൽ ചില ശ്രദ്ധേയമായിട്ടുള്ള സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. എന്താണ്? ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഗവർണർ ജനറൽ എന്നതിനു പകരം വൈസ്രോയി എന്ന പദവി
നിലവിൽ വന്നു. ഇന്ത്യയിലെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. ഒന്നുകൂടെ പറയാം. 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായിട്ട് ചില സ്വാധീനങ്ങളൊക്കെ ചെലുത്തിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. ഇതൊക്കെയാണ് 1857 കലാപത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ.